ഇവിടെ ഹീറോ ചിരിച്ചളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്റെ ഹീറോയിനാണെങ്കിൽ ഇവനെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് ആണെങ്കിൽ വേണം വെച്ചും താഴെയിട്ട് പൊട്ടിക്കും. ആ സമയത്ത് ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് നോക്കിയ ഹൗസ് കീപ്പിംഗിന്റെ ഓർമ്മ വന്നിട്ട് അയ്യോ അത് വേം പെറുക്കും പറഞ്ഞിട്ട് നോക്കി അവന്റെ ഓർമ്മയിൽ എണിച്ച് നിൽക്കും. ആ സമയത്ത് നോക്കിയ ഫ്രണ്ട്സിലായിരുന്നു നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കി അവനാണെങ്കിൽ ഒന്നും അറിയാതെ പോലെ നോക്കി തിരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അവളുടെ ഫ്രണ്ട് ആണെങ്കിൽ നോക്കിയാൽ ഗ്ലാസ് ക്ലീൻ ആക്കാൻ പോയതും അവളാണെങ്കിൽ നോക്കിയാൽ നിൽക്ക് വേണ്ട എൻ്റെ അടുത്ത് ഹൗസ് കീപ്പിംഗ് അവൻ വെച്ചാൽ ക്ലീൻ ആക്കാൻ പറയും. ആ സമയത്ത് ഇവളാണെങ്കിൽ നോക്കിയാൽ കൈ ചൂണ്ടിയിട്ട് നേരെ നോക്കിയാൽ നീയാണ് വാം പറയും. ആ സമയത്ത് നോക്കിയ ഹീറോ ആണെങ്കിൽ എന്നെയാണ് ചോദിച്ചതും അവളാണെങ്കിൽ അതേം പറയും. നീയല്ലേ ഹൗസ് കീപ്പിംഗ് ഇവിടെ വാം പറഞ്ഞതും ഹീറോയ്ക്ക് ആണെങ്കിൽ ഫ്രണ്ട്സിന് മുമ്പെടുത്ത് അവമാനമായി പോവുകയാണ്. ഹീറോ ആണെങ്കിൽ നോക്കി എല്ലാവരും ഓർത്തും പെട്ടെന്ന് എണിച്ചിട്ട് നേരെ നോക്കി വീട്ടിനുള്ളിൽ പോയിട്ട് നോക്കി മുറവും അമ്മത്തിൽ പുള്ളർ എടുത്തുകൊണ്ട് നോക്കിയാൽ ഗ്ലാസിനെ ക്ലീൻ ആക്കുകയാണ്. ആ സമയം നോക്കി അവിടെ ഉണ്ടായിരുന്ന അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇതാണോ നീ പണിയെടുക്കുന്ന പണി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവന് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നോക്കി ഇവളാണെങ്കിൽ ഇവൻ നോക്കിയിട്ട് നീ ഞങ്ങളുടെ ഒപ്പം ഇരിക്കുന്നത് എന്തിനാണ്, നിനക്ക് ഒരു ഷർട്ട് വാങ്ങിച്ചൊന്നും പറഞ്ഞ് നീ ഞങ്ങളുടെ ഒപ്പം നിന്ന് കയറിയിരിക്കും, നിനക്കെന്ത് യോഗ്യതയുണ്ട് ഞങ്ങളുടെ ഇടയിൽ കയറി ഇരിക്കാൻ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ നോക്കി നമ്മുടെ ഹീറോയുടെ കൊഞ്ഞിക്കൊന്നും കൊടുക്കും. ആ സമയത്ത് നോക്കി അവിടെയുള്ള എല്ലാവരും നോക്കി കണ്ട് ഷോക്ക് ആവുകയാണ്. ഹീറോയ്ക്ക് നോക്കി ഒരുപാട് അവമാനമായി പോകുന്നു. ആ സമയം നോക്കി ഇവിടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ശരി ഞങ്ങൾക്ക് ലേറ്റ് ആവുന്നു ഞങ്ങൾ മെല്ലെ ഇറങ്ങണം പറഞ്ഞിട്ട് ഒരാൾക്കാരെ ഇറങ്ങാൻ നിൽക്കുകയാണ് അവിടെ നിന്ന്. ആ സമയത്ത് നോക്കി വീട്ടിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു. ഹീറോ ആണെങ്കിൽ ഒരു പാട്ട് പാടിയിട്ട് തന്നെ എല്ലാവർക്കും നോക്കി ഫുഡ് കൊണ്ടൊന്നും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നോക്കി സങ്കടത്തോട് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഫ്രണ്ടിൽ ഒരുത്തിയാണെങ്കിൽ നേരെ നമ്മുടെ ഹീറോയുടെ അടുത്ത് പോയിട്ട് നീ എന്തിനും സങ്കടപ്പെടും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ ഫ്രണ്ട്സും കൂടെ എണിച്ചിട്ട് നോക്കിയാൽ നമ്മുടെ ഹീറോയുടെ അടുത്ത് വരുന്നു. ഹീറോയുടെ അടുത്ത് വന്നിട്ട് നോക്കി ഹീറോനെ കുറച്ച് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ നോക്കി ഇവരെല്ലാം ഡാൻസ് ആയിട്ട് അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് അത് നോക്കി അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങുകയാണ്. അവിടെ അങ്ങനെ നോക്കി എല്ലാം എൻജോയ് ചെയ്ത് കഴിഞ്ഞതും അവിടെ നോക്കി എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞിട്ട് അവരാണെങ്കിൽ നോക്കി അവരുടെ വീട്ടിൽ പോകുന്നു. ആ സമയത്ത് നോക്കി ഇവിടെ ആണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് എന്തിനെങ്കിലും എല്ലാവരും മുമ്പത്തും ചെയ്തും പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ ഇവളാണെങ്കിൽ നോക്കിയ കമ്പനിയിൽ പ്രൊജക്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ഹിസ്റ്ററി എടുത്ത് നോക്കിയതും മയിലാണെങ്കിൽ പോൺ വീഡിയോ കണ്ടതിന്റെ ഹിസ്റ്ററി ഉണ്ടാവും. ആ സമയം നോക്കി ഇത് കണ്ട് എല്ലാവരും ചിരിക്കുകയാണ്. ഇതെങ്ങനെ ഒന്നും പറഞ്ഞ് നമ്മൾ ആലോചിക്കുമ്പോഴാണ് എന്നാലും എനിക്ക് ഫോൺ കൊടുത്തപ്പോൾ അത് നോക്കി ഇവളാണെങ്കിൽ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാകും പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ആലോചിച്ചിട്ട് ഇവളാണെങ്കിൽ റിവെഞ്ച് എടുത്ത് അവൻ്റെ അടുത്ത് പറയും ഈ അവസ്ഥയിൽ ഒരു പെണ്ണെന്ന സ്ഥിതിക്ക് ആർക്കാലും ഇങ്ങനെ ദേഷ്യം വരില്ലെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞതും അവനാണെങ്കിൽ പറയും എന്നാൽ നിങ്ങളുടെ അടുത്ത് ഫോൺ വാങ്ങിച്ച് സംസാരിക്കുന്ന ടൈമിൽ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു ലിങ്ക് വന്നു അറിയാതെ ചെവി തട്ടി അത് അതിനുള്ളിൽ പോയി. ആ സമയത്ത് അതിനുള്ളിൽ പോയപ്പോഴാണ് അറിഞ്ഞത് അതിലാണെങ്കിൽ ഫോൺ വീഡിയോ ഉള്ളതെന്ന്. ആ സമയത്ത് നോക്കി അതൊക്കെ ക്ലിയർ ചെയ്യാൻ നോക്കി. പക്ഷെ ഞാൻ ഇതിന് മുമ്പ് ഐഫോൺ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ക്ലിയർ ചെയ്യാൻ അറിയില്ല. പക്ഷെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു മാഡം, ഞാൻ ശരിക്കും പറഞ്ഞാൽ വേണം വെച്ച് ഇങ്ങനെ ചെയ്തതല്ല, സോറി മാഡം പറയും. ആ സമയത്ത് ഇവളാണെങ്കിൽ ഇത് കേട്ടിട്ട് സത്യമായിട്ട് എനിക്കിത് അറിയില്ല, ഞാൻ ഫുള്ളെ അന്വേഷിച്ചിരിക്കണം, ഇതെന്റെ തെറ്റാണ്, സോറിയും പറയും. ആ സമയത്ത് ഇവനാണെങ്കിൽ നോക്കിയാൽ ഓക്കെ മാഡം കുഴപ്പമൊന്നുമില്ല, ഞാൻ ശരി നാളെ പണിക്ക് വരാൻ പറ്റും അവനാണെങ്കിൽ നോക്കി അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് ഇവൾക്ക് ഇവളുടെ മുകളിൽ തന്നെ കുറ്റബോധം തോന്നുകയാണ്.